ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നോസിലിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ നോസിലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ക്യാനൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ബോട്ടിൽ വെച്ചിട്ടാണ്, ഒരു സാധാരണ ഒരു കുപ്പി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നോസിലാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് നോസിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലൊരു കുപ്പി വെച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്യാൻ വെച്ചിട്ടും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് വെച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ എളുപ്പമാണ് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട്, കാരണം എല്ലാവരുടെ വീട്ടിൽ ഇതുപോലൊരു കുപ്പി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കത്തൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ നടുക്കായിട്ടുള്ള ഈ പ്ലെയിൻ പോർഷനാണ് നമ്മൾ നോസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു അളവിൽ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ബോട്ടിൽ വെച്ചിട്ട് രണ്ട് നോസിലാണ് ചെയ്യാൻ പറ്റുക. കണ്ടില്ലേ, അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയുള്ളൊരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് അത്യാവശ്യം ഒരു കട്ടിയുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനെ കോൺ ഷേപ്പായിട്ട് ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടി, ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ചുരുട്ടി ഒരു കോൺ ഷേപ്പാക്കുക. കണ്ടില്ലേ, ഇതുപോലൊരു കോൺ കിട്ടും നമുക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ സീൽ ചെയ്ത് കൊടുക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ ആ ഒരു സൈഡും കാര്യങ്ങളൊക്കെ എത്ര നന്നായി ഒട്ടിക്കാൻ പറ്റുമോ അത്രയും നന്നായി ഒട്ടിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ക്രീമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് കൂടെ ക്രീം പുറത്തേക്ക് വരും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ സീൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ സെല്ലോ ടാപ്പ് വെച്ച് നന്നായി ഇതുപോലെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ കുറച്ച് പോർഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നോസിൽ താഴെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത്രേ ഉള്ളൂ. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കുറച്ചൊന്ന് ഇറക്കിയിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ കുറച്ചൊന്ന് ഇറക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലൊരു ഹോള് പോലെ നമുക്കിതുപോലെ കിട്ടും. ഇനി ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത് സാധാരണ നമ്മുടെ ഒരു സ്റ്റാർ നോസിൽ പോലത്തെ ഒരു നോസിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താ ഒരു പൂവൊക്കെ വരക്കാൻ വേണ്ടിയിട്ടൊരു നോസിലല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ വി ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വി ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ പോർഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കിട്ടും നമുക്ക്. കണ്ടില്ലേ, അപ്പോൾ ചുറ്റും ഇതുപോലെ തന്നെ ആ വി ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ വി ഷേപ്പ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഒരു മൊന പോലെ കിട്ടും എല്ലാ ഭാഗത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റാർ നോസിലാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലായിടത്തുനിന്നും വി ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കിട്ടും. ഈ ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലവറൊക്കെ ചെയ്യാനും അതുപോലെ സൈഡൊക്കെ ഡിസൈൻ ചെയ്യാനും ഒക്കെ ഈ ഒരു നോസിൽ മതി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു നോസിലും കൂടെ ചെയ്യാനുള്ള ബാക്കി ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ കോൺ ഷേപ്പ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീൽ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇതിൻ്റെ ഉൾഭാഗത്തും കൂടെ നന്നായിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കണം. കാരണം ഉള്ളിലൊരു പോർഷൻ ഉണ്ടാവും നമ്മൾ ആ ഉള്ളിലേക്ക് ഇങ്ങനെ കോൺ ഷേപ്പ് ആക്കി എടുത്തിട്ടുള്ളത്. അവിടെയും നന്നായിട്ടൊന്ന് ഉള്ളിൽ സെല്ലോ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഉള്ളിലത്തെ ഭാഗത്തും ക്രീമൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ ഉള്ളിലും നന്നായിട്ട് സീൽ ചെയ്ത് ഇതുപോലെ എടുക്കുക. ഇനി ഈ ഒരു നോസിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് നമുക്ക് കേക്കിൽ എന്തെങ്കിലും പേരൊക്കെ എഴുതാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊരു നോസിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ ടിപ്പ് ചെറുതായിട്ട്, നേരത്തെ കട്ട് ചെയ്ത പോലെ അല്ല കേട്ടോ, ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, ആ ടിപ്പ് മാത്രം. അപ്പോൾ നമുക്കിത് പേരെഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് നോസിലാണ് ഈ ബോട്ടിൽ വെച്ചിട്ട് കാണിക്കുന്നത്. കാരണം ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി നോസിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ബേസിക്കായിട്ട് ഈ രണ്ട് നോസിലാണ് എല്ലാത്തിനും അത്യാവശ്യം. അപ്പോൾ അത് നമുക്ക് ഇത് വെച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സാധാരണ വീട്ടിലുള്ള കവർ വെച്ചിട്ട് പൈപ്പിംഗ് ബാഗ് ചെയ്തിട്ടെടുക്കാം. പിന്നെ അതാ നമ്മുടെ രണ്ട് നോസിൽ. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്റ്റാർ നോസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ നോസിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നോസിൽ നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും അങ്ങനെ പൊട്ടിപ്പോവോ ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ക്രീമാക്കി കൊടുക്കാം.
അപ്പോൾ ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്ക് സാധാരണ ഒരു പൂ പോലെ വരക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത നോസിലാന്ന് പറയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ വീട്ടിലെ ഒരു ആവശ്യത്തിനൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഇനി ഇതാ നമ്മൾ പേരെഴുതാൻ വെച്ച നോസിൽ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതിലും തിന്നായിട്ട് എഴുതണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ നോസിലൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇനി ആരും വിഷമിക്കണ്ട. ഇതുപോലെ 2 നോസിലൊന്നും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ ഒരുപാട് വെറൈറ്റി നോസിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൽ ബാസ്ക്കറ്റ് നോസിലും ലീഫ് നോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്